നമ്മുടെ നാട്ടിലെ റീസെൻ്റ് ആയിട്ടുള്ള കൊലപാതകങ്ങൾ, മേർഡറുകളൊക്കെ ഒരു 85% രണ്ടുപേരിൽ ഒരാൾ ബന്ധം അവസാനിക്കുമ്പോൾ ഉണ്ടാകുന്ന കൊലപാതകങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. റീസെൻ്റ് ആയിട്ട് നടന്ന കൊലപാതകങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? അതായത് ഇപ്പോൾ കാമുകന്മാരായിക്കോട്ടെ, ലവേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റേ കല്യാണം കഴിഞ്ഞ ടീമുകൾ, ഡൈവേഴ്സിൻ്റെ പ്രശ്നങ്ങളിൽ ഏതെങ്കിലും ഒരു ആണോ പെണ്ണോ മറ്റേ ഒരാളെ ബന്ധം അവസാനിപ്പിക്കാൻ നിൽക്കുന്ന സമയത്ത് വേറൊരാളെ അത് അവസാനിപ്പിക്കാൻ കൂട്ടാക്കാതെ അതിനെ പരമാവധി എക്സ്റ്റെൻഡ് ചെയ്ത് അവസാനം അതിലൊരു പൊട്ടിത്തെറിയിൽ അവസാനിപ്പിക്കും. ഒന്നുകിൽ സ്ത്രീ എന്ന് പറയുന്നത് പുരുഷനെ അവസാനിപ്പിക്കാൻ നിൽക്കും, അല്ലെങ്കിൽ പുരുഷൻ എന്ന് പറയുന്നത് സ്ത്രീനെ അവസാനിപ്പിക്കാൻ നിൽക്കും. ഇന്ന് അതിനെക്കുറിച്ചുള്ള ഒരു ചർച്ച ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ മേർഡർ എന്ന് പറയുന്നത് മുമ്പൊക്കെയാണ് പറഞ്ഞാൽ ഒരു 80-90-ലേക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊലപാതകം അല്ലെങ്കിൽ ഇതൊക്കെ എന്ന് പറയുന്നത് വളരെ റയറായിട്ട് സംഭവിക്കുന്നതാണ് അല്ലേ. അതായത് നമ്മൾ പണ്ട് മനോരമ, മംഗളം, എക്സ്പ്രസ് തുടങ്ങിയ ആഴ്ചപ്പതിപ്പുകളൊക്കെ വരുന്ന സമയത്ത് അതിൽ എന്താ പറയുക, 2 പേജ് കഴിഞ്ഞ വഴി ഒരു കൊലപാതകം നടന്ന വീട്, അല്ലെ അതാ രക്തം, ആ വെട്ടിക്കൊന്ന മഴു, മറ്റേ കൊടുവാള്, വടിവാള് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഒരു 2-3 പേജ് ഉണ്ടാവും. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങള്? അപ്പൊ അതൊക്കെ വരുന്ന സമയത്ത് നമ്മൾ സാധാരണക്കാർ നമ്മൾ വിചാരിച്ചത് എന്താണ്, ഇതൊക്കെ അവിടെ അല്ലേ, കട്ടപ്പന, ഇടുക്കി, കേൾക്കാത്തൊരു സ്ഥലം, കാട്ടാക്കട, പാളയം, അങ്ങനെയൊക്കെ പറഞ്ഞുള്ള, അല്ലെ ഏതോ കാസർഗോഡിന്റെ ഏതൊരു ഭാഗത്ത്, അങ്ങനെയൊക്കെ നമ്മൾ കേൾക്കാത്തൊരു ഭാഗങ്ങളിലേക്ക് ആയിരിക്കും ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടാകുക. അപ്പൊ നമ്മളത് വിചാരിച്ചത് എന്താണ്, കൊലപാതകമൊക്കെ അത്രയും ദൂരെയുള്ള സ്ഥലത്തേ നടക്കുള്ളൂ, ഇവിടെയും നടക്കില്ല എന്ന് വിചാരിച്ചു. പിന്നീട് കാലങ്ങൾ മാറി, ഏകദേശം വന്ന് ഏകദേശം നമ്മുടെ ജില്ലകളിലായി, നമ്മുടെ താലൂക്കുകളിലായി, പിന്നീട് നമ്മുടെ കുടുംബങ്ങളിലായി, അല്ലെ, ആ ഒരു അവസ്ഥയും മാറി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ മറ്റേ ബന്ധങ്ങള് അവസാനിപ്പിക്കുന്ന സമയത്ത് അത് വിട്ടുപോകാനുള്ള ഒരു മാനസിക പക്വത നമുക്ക് ഉണ്ടോ അല്ലെങ്കിൽ ഉണ്ടായിട്ടില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ആ ഒരു പക്വത നമ്മൾ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരാള് ഏത് ബന്ധവും ആയിക്കോട്ടെ, ചിലപ്പോൾ ചില ആളുകൾ പറയുന്നത് എന്താണ്, ഇപ്പൊ കൊലപാതകം നടത്തിയ ആളുകൾ തന്നെ അവൻ കുറെ കാലം ഇതായി, ആ സമയത്ത് അയാളുടെ സ്വഭാവം മനസ്സിലായി, അല്ലെങ്കിൽ അവളുടെ സ്വഭാവം മനസ്സിലായി, അപ്പൊ ഞങ്ങള് ബന്ധം അവസാനിപ്പിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് അയാൾ പോകുന്നില്ല. അപ്പോ എന്താ ചെയ്യുക? അങ്ങനെ പറഞ്ഞിട്ടുള്ള മേർഡറുകളാണ് ധാരാളം നടക്കുന്നത്. ഇപ്പൊ ജസ്റ്റ് ഫോർ എക്സാമ്പിൾ വളരെ കോൺട്രവേഴ്ഷ്യൽ ആയി കഴിഞ്ഞാൽ മറ്റേ എന്താ പറയാ, കഷായം ഗ്രീഷ്മിന്റെ കാര്യം. അതായത് മറ്റേ ഷാരൂൺ പറഞ്ഞ പയ്യനെ കൊണ്ട് പറഞ്ഞാണ് അവള് എന്ത് പറഞ്ഞു, അതായത് എനിക്ക് വേറെ വിവാഹാലോചന വന്നു, ആ ബന്ധം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷാരൂൺ പറഞ്ഞ പയ്യ ഒരു സാധാരണ ഒരുത്തരാണ് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? അതായത് ഇങ്ങനെയുള്ള കേസുകൾ വന്നാൽ തന്നെ അങ്ങനെ ബന്ധം അവസാനിപ്പിക്കണം എന്ന് ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന്, ആണായാലും പെണ്ണായാലും ശരി, ബന്ധം അവസാനിപ്പിക്കണം എന്ന് ഒരാളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അതിനെ ചേർത്താണ്ടിരിക്കുക നല്ലത്. ഏച്ച് കൂട്ടിയ മുഴയ്ക്കുന്നുള്ള രീതിയിൽ അപ്പൊ തന്നെ ഒഴിവാക്കുകയാണ് നല്ലത്. അതിപ്പോ നിങ്ങളും ഇപ്പൊ ബാക്കിയുള്ള ഇത് കേൾക്കുന്ന ആളുകളും ഏതെങ്കിലും ഒരു ബന്ധം, നിങ്ങൾ ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാകുമല്ലോ, ഒന്നെങ്കിൽ നിങ്ങളെ ലവേഴ്സിലായിരിക്കും, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ ദമ്പതിമാരായിരിക്കും. അപ്പൊ ഈ ആണും പെണ്ണും പുരുഷനും സ്ത്രീയില് ഏതെങ്കിലും ഒരാൾക്ക് ബന്ധം അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേഗം അവസാനിപ്പിച്ച് വിടുക. എന്നാൽ ഈ നാട്ടിലെ ഒരു പുരുഷന് മാത്രമല്ലല്ലോ ഉള്ളത്, സ്ത്രീകളുടെ അടുത്താണ് പറയണത്. അതായത് ഒരു പുരുഷൻ വിട്ടുപോകാൻ നിൽക്കണമെന്ന് അതിൽ കടിച്ചു തൂങ്ങാതിരിക്കുക. മറ്റേ പുരുഷന്മാരുടെ അടുത്തും ഒരു സ്ത്രീ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വഴിക്ക് തന്നെ പോവുക. ഒരു ചൂല് പോയാൽ വേറൊരു ചൂലുണ്ട് എന്നുള്ള രീതിയിൽ വിചാരിക്കുക. ഇവിടെ മാത്രമൊന്നും അല്ലല്ലോ ലോകത്തുള്ളത്. നമ്മുടെ 121 കോടി ജനങ്ങളിൽ ഏകദേശം ഒരു 65 കോടി സ്ത്രീകളാണ്, പുരുഷന്മാരെക്കാൾ കൂടുതലാണ്. മനസ്സിലായ? നമ്മുടെ കേരളത്തില് പറഞ്ഞു കഴിഞ്ഞാൽ ശരാശരി എടുക്കുന്ന സമയത്ത് വളരെ കൂടുതലാണ് ഇന്ത്യയെ അപേക്ഷിച്ച്. സ്ത്രീ പുരുഷാനുപാതം ഏറ്റവും കൂടുതൽ, അത് സാക്ഷരതയൊക്കെയാണ്, അതറിയാലോ. അപ്പൊ പറഞ്ഞു വന്നത്, ഒരു റിലേഷൻഷിപ്പ് അവസാനിപ്പിച്ചിട്ട് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ആ വഴിക്ക് വിട്ടാക്കാനുള്ള പക്വത കാണിക്കുക. ഇപ്പൊ നമ്മള് റീസെന്റ് ഇപ്പൊ ലവേഴ്സിന്റെ കൊലപാതകത്തിന് കാര്യമാണ് ഞാൻ ഗ്രീഷ്മന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞത്. ഇപ്പൊ പലപ്പോഴും ഈ എന്താ പറയാ, ഈ ഡൈവേഴ്സിന്റെ കാര്യങ്ങളിൽ
ഇപ്പൊ ചില ആളുകൾ ഒരു ബന്ധങ്ങൾ പെണ്ണോ ആണായാലും ശരി, ബന്ധം അവസാനിപ്പിക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ രണ്ടുപേരും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒപ്പുവെക്കുക പറയുമ്പോൾ പല ആളുകളും അത് ചെയ്യാറില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ ഇവിടെ പരമാവധി ഒപ്പിടാണ്ട് കളിപ്പിക്കുക, അല്ലെ അവനെ പരമാവധി ഒപ്പിടാണ്ട് കളിപ്പിക്കുക എന്നുള്ള രീതിയിൽ പോയി ലാസ്റ്റ് ഇവർ വലിയൊരു പ്രശ്നത്തിലായി മാറി ഏതെങ്കിലും ഒരുത്തൻ അവിടെ കയറി അറ്റാക്ക് ചെയ്യും. പിന്നെ ഏതെങ്കിലും ഒരു ബന്ധം അവസാനിപ്പിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പൊ റീസെന്റ് ആയി കണ്ടുവരുന്നത് എന്താണ്, ഒരുത്തൻ ഭാര്യയും ഭർത്താവാണ് വിചാരിക്കും, ഭാര്യ ബന്ധം അവസാനിപ്പിക്കുകയാണ്, ഒരു വർഷം 2 വർഷം കേസ് നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. പോലീസ് സ്റ്റേഷൻ ആനാപുനാണ്ട് പോലീസ് സ്റ്റേഷനിലൊക്കെ പോണ്ടാവും, മാറി താമസിക്കുകയായിരിക്കും ചെയ്യുന്നത്. കുട്ടികള് സ്വത്ത് തർക്കം വേണ്ട, അത് വേറൊരു ഭാഗത്ത് നടക്കുന്നുണ്ടാവും. പിന്നെ ഒരു സുപ്രഭാതത്തില് വന്നിട്ട് ആ സ്ത്രീ എന്ന് പറയുന്നത് വളരെ ഇതായിട്ട് ജീവിക്കുന്നുണ്ടാവും. ഒരു കുട്ടിയെ അല്ലെങ്കിൽ 2 കുട്ടിയായിട്ട് മറ്റേ ശല്യം സഹിക്കാൻ വയ്യാതെ പിന്നെ വന്നിട്ട് അവളിനെ അങ്ങോട്ട് ഇല്ലാതാക്കാണ്, വെട്ടിക്കൊല്ലലാണ്. അങ്ങനെയുള്ളൊരു ട്രെൻഡ് ഈ റീസെന്റ് നടന്ന കൊലപാതകങ്ങളൊക്കെ ഇത് തന്നെയാണ് കാരണം. ഇപ്പൊ നമ്മളെ മറ്റേ ഒന്നുകിൽ ലവേഴ്സിന്റെ പ്രശ്നങ്ങള്, ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷൻ എന്നുള്ള ബന്ധം അവസാനിപ്പിക്കാൻ പോകുന്നു. അപ്പൊ സോഷ്യൽ മീഡിയ പ്രണയമാണല്ലോ കൂടുതൽ, എടുത്തു ചാടി അങ്ങോട്ട് ഇതാവും. പിന്നെ കുറെ കാലം കഴിയുമ്പോഴാണ് പെണ്ണിന് മനസ്സിലാകുന്നത് ചെക്കൻ മറ്റേ ഈ ചാട്ടം മാത്രമേ, ഈ ഫേസ്ബുക്കും വാട്സപ്പും മറ്റേ ഇൻസ്റ്റാഗ്രാമും മാത്രമേ കയ്യിലുള്ളൂ, വേറെ ഒരു തേങ്ങയും ഇല്ല. വീട്ടുകാര് ഒരു ലോൺ എടുത്തിട്ട് വീട്ടുകാരും തമ്മിൽ തല്ലിയൊക്കെ തന്തി നള്ളനെ പൊള്ളയിലൊക്കെ പിടിച്ചിട്ട് വല്ല വണ്ടിയും വാങ്ങിയിട്ടുണ്ടാവും, ഒരു സ്പോർട്സ് വണ്ടിയും വാങ്ങിയിട്ടുണ്ടാവും. ഇത് കണ്ടിട്ടാണ് ഈ പെണ്ണ് വീണത്, കട്ടത്താടിയും ഉണ്ടാവും. പിന്നീട് കുറെ കാലം കഴിയുമ്പോഴാണ് മറ്റേ യഥാർത്ഥ സ്വഭാവം പെണ്ണിന് മനസ്സിലാകണത്. അപ്പൊ പെണ്ണ് പെണ്ണ് വിവരവും വെച്ചിട്ടുണ്ടാവും 4 പേരിനെ കാണുമ്പോ. അപ്പൊ പെണ്ണ് പതുക്കാതെ ഒഴിവാക്കാൻ നിൽക്കുന്ന സമയത്ത് അവളിനെ എന്താ പറയാ, തമിഴ് സിനിമ പറയുമ്പോൾ പൊട്ടിത്തള്ളുക പറയില്ലേ, ആ രീതിയിൽ ആക്കി അങ്ങോട്ട് വിടും. അത് തന്നെയാണ് ഇപ്പൊ റീസെന്റ് ആയിട്ട് കാണുന്ന 2-3 കൊലപാതകങ്ങൾ നമ്മള് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മറ്റേ കഷായം ഗ്രീഷ്മിന്റെ അതിനുശേഷം മറ്റേ ഒരു ദന്ത ഡോക്ടറിനെ കൊണ്ട് അറ്റാക്ക് ചെയ്തത്, മറ്റേ ഇപ്പൊ ഒരു വേലാപൂരമൊക്കെ നടക്കുന്ന സമയത്ത് രാത്രി മറ്റേ വിളിച്ചിറക്കി കൊണ്ടുപോയിട്ട് ഒരു അമ്പലത്തിന്റെ ഒരു സൈഡിൽ നിന്ന് കല്ലുകൊണ്ട് കുത്തി കൊന്ന മർഡർ. ഇതെല്ലാം നമ്മളെ മനസ്സിലാക്കുന്നത് ഇതിൽ ഏതെങ്കിലും ഒരാൾക്ക് ഒരു പക്വത എന്ന് പറയുന്നത്, മാനസിക പക്വത എന്ന് പറയും. അതായത് ഒരാൾ വിട്ടുപോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് മറ്റേ അതുമായിട്ട് പൊരുത്തപ്പെടാനുള്ള കഴിവുണ്ടാക്കണം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഓക്കെ, അതില് നമ്മള് ശരിക്കും ഒരു മാതൃക കണ്ട ഇംഗ്ലീഷുകാരന്റെ ഇതാണ്, യൂറോപ്യൻസിന്റെ. അവരൊരിക്കലും മറ്റേ എന്താ പറയാ, ഒരു ലവേഴ്സ് അല്ലെങ്കിൽ ഒരു ഭാര്യ അല്ലെങ്കിൽ ദമ്പതിമാരുടെ ഒരു പ്രശ്നത്തില് ഒരാൾ വിട്ടുപോകണമെന്ന് പറഞ്ഞാൽ അവരൊരിക്കലും ഒരു ഇംഗ്ലീഷുകാരന് ആത്മഹത്യ ചെയ്യില്ല, ഒരു യൂറോപ്പിനും ആത്മഹത്യ ചെയ്യില്ല. എന്തുകൊണ്ടാണ്? അവൻ പോകണമെന്ന് പറഞ്ഞാൽ അവര് ജസ്റ്റ് മറ്റേ ഗുഡ് ബൈ ചിരിച്ചുകൊണ്ട് തന്നെ ഗുഡ് ബൈ പറയും. ചിലപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ടായിരിക്കും അവര് നമ്മുടെ കുടുംബ കോടതിയിൽ പിരിയുന്ന സമയത്ത് തന്നെ, അല്ല ഒരാൾ പിരിയ പറഞ്ഞാൽ തന്നെ മറ്റവൻ അതിൽ കൂടെ ഓടിയില്ല മറ്റേ പടികൾ വാങ്ങാൻ വേണ്ടിയിട്ട്. നിങ്ങളായിട്ട് ബന്ധം അവസാനിപ്പിക്കുകയാണ്. അത് പറയാനുള്ള സ്വാതന്ത്ര്യം ആണായാലും പെണ്ണായാലും ഉണ്ടല്ലോ. ആരോട് നമ്മള് ഏത് ബന്ധമാണെങ്കിലും, വിവാഹ ബന്ധമാണെങ്കിലും ലവേഴ്സ് ആണെങ്കിലും മറ്റേ എന്താ പറയാ, ജീവിതകാലം ഫുൾ അവനെ സഹിക്കണം. ലിവിങ് ടുഗദർ ആണെങ്കിലും ഇന്ന ആളിനെ പാർട്ട്ണറിനെ സഹിക്കണമെന്നൊന്നുമില്ല. വ്യക്തി സ്വാതന്ത്ര്യം ഇല്ലേ? നമുക്ക് മറ്റേ ഒരാള് മറ്റേ പ്രണയിക്കുമ്പോൾ അല്ലല്ലോ, ഒരാളെ ഒരുമിച്ച് ജീവിക്കുമ്പോൾ മാത്രമേ അതില് മറ്റേ മെറിറ്റ് എന്താണ് ഡിമെറിറ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പൊ ഒരാളെ ബന്ധം അവസാനിപ്പിക്കുന്ന സമയത്ത്, ബന്ധം അവസാനിപ്പിക്കണം നമുക്ക് തോന്നുന്ന സമയത്ത് നമുക്ക് തുറന്നു പറയാനും അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള കഴിവ് മറ്റേയാൾക്കും വേണമെന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇപ്പൊ ഒരാള് ബന്ധം അവസാനിപ്പിക്കണം പറഞ്ഞാൽ മറ്റേ ചിരിച്ച് ഗുഡ് ബൈ പറയുക. അപ്പൊ അത് ഭാര്യ ഭർത്തൃ ബന്ധമാണെങ്കിലും ഒപ്പിട്ട് കൊടുത്ത് അവളുടെ പാട്ടിന് വിടുക. മനസ്സിലായ? അപ്പൊ അവിടെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇത് മറ്റേ ഇത് പറയുന്ന സമയത്ത് തന്നെ അവളിനെ കൊല്ലുക, അവളിനെ ഇല്ലാതാക്കുക എന്നുള്ള ഒരു കാര്യങ്ങളിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇപ്പൊ ജസ്റ്റ് ഒരു എക്സാമ്പിള്, ഒരു യൂറോപ്പിന്റെ ഒരു ഇംഗ്ലീഷിന്റെ ഒരു കഥ പറഞ്ഞ് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. യൂറോപ്പിൽ നടന്ന ഒരു എക്സാമ്പിൾ ഞാൻ പറയാം, അപ്പൊ നിങ്ങൾക്ക് ഇതിനെ കുറിച്ചൊരു വ്യക്തത കിട്ടും.
ഒരു ദമ്പതിമാര്. അപ്പോ ഒരുത്തന്റെ പഴിയെടുക്കലും കൊണ്ട്, പുരുഷന്റെ പഴിയെടുക്കലും കൊണ്ട് പെണ്ണ് വേറെ കാമുകനായിട്ട് ഭയങ്കര ഫ്രണ്ട്ഷിപ്പായി. അപ്പൊ മറ്റേ ഭർത്താവ് എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയാ അയോധന കലയില് മറ്റേ കറാട്ടയും ജിമ്മും ഒക്കെ ആയിട്ട് നല്ല കട്ടാ വരുന്ന ആ ഒരു 10 പേര് വന്നു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യുന്ന ആളാണ് ഈ കെട്ടിയവൻ എന്ന് പറയുന്നത്. ഈ ഭാര്യ എന്ന് പറയുന്നത് പേടിച്ചിട്ട് അങ്ങനെയൊക്കെ കാമുകനെ സെറ്റാക്കി. കാരണം ഇവര് രണ്ടാളും കൂടിയിട്ട് ഒരു കുന്നിന്റെ മുകളിൽ ഒരു റെസ്റ്റോറൻറ്റില് ഒരു എന്താ പറയാ ഒന്ന് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവര് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ അസൂയുള്ള ആളുകളും മറ്റേ ഒരു ഭർത്താക്കന്മാരടുത്ത് പറഞ്ഞു കൊടുക്കുന്ന ആളുകളും ഉണ്ടാകുമല്ലോ. ഈ ഏഷ്ണി ടീമുകള് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ട്. അപ്പോ ഒരു ടീം ഭർത്താവിനെ കൊണ്ട് പറഞ്ഞു, ഇന്നലെ നിങ്ങളെ ഭാര്യയും ഒരു കാമുകനും കൂടിയിട്ട് മറ്റേ കുന്നിന്റെ മുകളിലുള്ള മറ്റേ റെസ്റ്റോറൻറ്റില് അവര് സൊള്ളിക്കൊണ്ടിരിക്കുന്നുണ്ട്. വേഗം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആളിനെ ശരിയാക്കാം, കയ്യോടെ പിടിക്കുക എന്നുകൊണ്ട് ഭർത്താവിന് പിരിയേറ്റി. അപ്പോൾ ഈ വീടിന്റെ ഒരു 10-25 കിലോമീറ്റർ അപ്പുറമാണ് ഈ റെസ്റ്റോറൻറ്റ്. 25 അല്ല 250 കിലോമീറ്റർ അപ്പുറമാണ് ഈ റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത്. ഈ ഭർത്താവിൽ നിന്ന് വേഗം ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സംസാരിക്കാൻ വേണ്ടി പോയതാണ് പാവം. അങ്ങനെ അവര് റെസ്റ്റോറൻറ്റിൽ ഇങ്ങനെ സംസാരിച്ച് സല്ലപിച്ച് കയ്യിലും കല്ലിലൊക്കെ പിടിച്ച് അങ്ങനെ ചായയെ കുടിച്ച് ഭയങ്കര ലവേഴ്സായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭാവിനെ കുറിച്ചൊക്കെ തീരുമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കുറച്ച് കഴിഞ്ഞ വഴി പെട്ടെന്ന് പുറത്തേക്ക് ഇങ്ങനെ വെറുതെ നോക്കിയ സമയത്ത് നമ്മുടെ ഭർത്താവ് ആയോധന കലയിലൊക്കെ ജിമ്മും എന്താ പറയാ നല്ല ബ്ലാക്ക് ബെൽറ്റ് കറാട്ടയൊക്കെയാണ്. ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നടക്കില്ല. ആ രീതിയിൽ ഭർത്താവ് അവിടെ റെസ്റ്റോറൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലാണ് റെസ്റ്റോറൻറ്റ്, താഴെ ബുള്ളറ്റ് നിർത്തിയിട്ട് കയറി വരുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഗ്ലാസ്സിലൂടെ, റെസ്റ്റോറൻറ്റിന്റെ ഗ്ലാസ്സിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്ത് വേണമെങ്കിലും സംഭവിക്കുക. അവിടെ നിന്ന് വേഗം രക്ഷപ്പെടാനുള്ള മാർഗവുമില്ല. ഇപ്പുറത്തൂടെ തന്നെ ഫ്രണ്ടിൽ കൂടെ തന്നെ കടക്കും വേണം. ഫ്രണ്ടിൽ കിടക്കുന്നത് ഭർത്താവിന്റെ മുമ്പിലാണ്. എന്ത് വേണമെങ്കിലും സംഭവിക്കുക, മർഡറോ എന്ത് വേണമെങ്കിലും നടക്കാം. രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല. വേറെ ഒരു നിവൃത്തിയില്ലാതെ ആ ഫ്രണ്ടിലെ ഡോറിലൂടെ തന്നെ പോവാൻ ഈ ഭാര്യയും കാമുകനും തീരുമാനിച്ചു. അങ്ങനെ ഭർത്താവിന്റെ മുമ്പിൽ പോയി ചെന്നുപെട്ടു. ഭർത്താവ് വന്നു. എന്ത് വേണമെങ്കിലും സംഭവിക്കും. ആളുകളൊക്കെ നോക്കിക്കൊണ്ട് എന്തൊരു അപാകത അവിടെ സംഭവിച്ചിട്ടുണ്ട് ആളുകൾക്ക് മനസ്സിലായി. ഏകദേശം അവിടെ ഒരു ഫൈറ്റ് അല്ലെങ്കിൽ ഒരു മർഡർ എല്ലാവരും പ്രതീക്ഷിച്ചു. പക്ഷെ നമ്മുടെ ഭർത്താവ് നേരെ വന്നു കഴിഞ്ഞ് നമ്മുടെ കാമുകൻ ഉണ്ടല്ലോ, കാമുകന് നേരെ കൈ കൊടുത്തു, ഷേക്ക് കൊടുത്തു. എന്നിട്ടൊരു വാക്ക് പറഞ്ഞു, ഞാൻ ഈ കുരിശ് കുറെ കാലമായി ചുമക്കാൻ, ഇനി കുറച്ചു കാലം നീ ചുമക്ക് എന്ന് പറഞ്ഞിട്ട് അയാൾ പുഞ്ചിരിച്ചുകൊണ്ട് നേരെ വന്ന് ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്ത് ആള് പറന്നു. ഓക്കെ. അപ്പൊ നമ്മള് ഇത്രയ്ക്ക് പക്വതയൊന്നും നേടിയില്ലെങ്കിലും നമ്മള് ഒരാള് വിട്ടുപോകണമെന്ന് പറയുന്ന സമയത്ത് അത് വേഗം അതിനെ ഒഴിവാക്കുകയാണ് നല്ലത്. പിന്നെ ഏത് പെണ്ണായാലും കാമുകിയാണെങ്കിലും ഭാര്യയാണെങ്കിലും പോലീസ് സ്റ്റേഷനിൽ ഒരാളിനെ കയറ്റി എന്ന് വിചാരിച്ചോ, പിന്നെ ആ ബന്ധം എന്ന് പറയുന്നത് കണ്ടിന്യൂ ചെയ്ത് പോവില്ല. അപ്പൊ നമ്മള് ആ ഒരു ബന്ധം അവസാനിപ്പിക്കുന്ന സമയത്ത് ഒരു പക്വത ഉണ്ടാക്കുക. അവരെ ഫൈറ്റ് ചെയ്യുക, അവരെ കൊല്ലുക, അല്ലെങ്കിൽ അവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക, ആസിഡ് ഒഴിക്കുക, എന്ത് ചെയ്തിട്ടും ഒരു കാര്യമില്ല. എല്ലാം പിന്നീട് നമ്മൾ അനുഭവിക്കേണ്ടി വരും. അത് പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും. അവിടെ ഏത് ജോലിയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ അവരെ ആ വഴിക്ക് വിട്ടാക്കുക, പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും. പിന്നെ നിങ്ങളുടേതായ ഒരു സമാധാന ജീവിതം നിങ്ങൾ പുതിയ ഒരാളെ കണ്ടെത്തുക, അല്ലെ സ്വതന്ത്രമായി ജീവിക്കുകയെ, അല്ലെ ഫ്രീഡം ആസ്വദിക്കുകയെ, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാൻ പോവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി, തിങ്ക് ചെയ്യുന്ന വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ.